ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമുക്ക് ഇൻവൊക്കേഷൻ പ്രെയർ പറഞ്ഞു തുടങ്ങാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരോഭ്യശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ഗുരുദേവാ ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. നിതായ് ഗൗര ഹരി ബോൽ ഹരി ബോൽ ഹരി ബോൽ. നിതായ് ഗൗര ഹരി ബോൽ. ഗൗരപ്രേമാനന്ദേ ജയം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവൃച്ചാചാര്യ സ്തോത്ര സതയ ശ്രീ സഭ്യാരതരണ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. अनंतकोटि वैष्णव वृंद की जय. श्री पंचतत्व की जय. श्री राधा माधव की जय. नित्याय गौर प्रेमानंदे हरि हरि बोल. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം അധ്യായം 7 ശ്ലോകം 100. എല്ലാ ആചാര്യന്മാർക്കും എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. യേകിച്ചു കഹിലേ തുമി സബ സത്യഹായ കൃഷ്ണ പ്രേമ സേയി പായ യാര ഭാഗ്യോദയ. യേകിച്ചു
ഖീലേ തുമി സഭ സത്യഹായ കൃഷ്ണ പ്രേമ സേയിപ്പായ യാര ഭാഗ്യോദയ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. പ്രിയ ശ്രീമാൻ, താങ്കൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഭാഗ്യ കടാക്ഷമുണ്ടായ ഒരു വ്യക്തി മാത്രമേ ഭഗവത് പ്രേമം കൈവരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവും അതേപോലെ മായാവാദികളുമായിട്ടുള്ള സന്യാസിമാരുമായിട്ടുള്ള സംവാദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹാപ്രഭു അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ കുറിച്ച്, അദ്ദേഹത്തിനുണ്ട ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളെ കുറിച്ച്, ഹരിനാമം ജപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനും ശരീരത്തിനും സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് അതെല്ലാം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാ മായാവാദി സന്യാസിമാര് അവരുടെ മനസ്സലിയുകയാണ്. അവരുടെ മനസ്സ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ഭഗവാനാണ്. രണ്ടാമത് പറയുന്നത് ആരെക്കുറിച്ച്, എന്തിനെ കുറിച്ചാണ്? ഹരിനാമത്തെ കുറിച്ചാണ്. അപ്പം ഹരിനാമം എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ തന്നെയാണ്. അഭിന്നത്വം നാമനാമിനു, യാതൊരു വ്യത്യാസമില്ല. നാമവും നാമിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നാമം ഭഗവാന്റെ തിരുനാമം, നാമി ഭഗവാൻ സ്വയം. അപ്പം ആ ആള് തന്നെയാണ് രണ്ടും. ഭഗവാൻ കലികാലേ നാമരൂപേ കൃഷ്ണ അവതാർ ആയിട്ടുള്ള ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു അവരോട്, മായാവാദി സന്യാസിമാരോട് ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹിമകളെ കുറിച്ച് വാഴ്ത്തി സ്തുതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴാ, മഹാപ്രഭുവിന്റെ സംഭാഷണം കേട്ടപ്പോഴാ സന്യാസിമാരുടെ മനസ്സലിഞ്ഞു എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ശ്ലോകത്തില്. അത് തന്നെയല്ല, മധുരവചനങ്ങൾ, അവര് മധുരവചനങ്ങളാലാണ് മഹാപ്രഭുവിനോട് സംസാരിക്കുന്നത്. മായാവാദികൾ എന്ന് വെച്ചാൽ അത്രയും മാധുര്യം അവർക്കില്ല. കാരണം എന്താ? അവരെപ്പോഴും ശുഷ്കമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കും തത്വചിന്തകൾക്കും പ്രാധാന്യം നൽകുന്നവരാണ്. അവരുടെ ഹൃദയത്തിൽ മധുരം അല്ലെങ്കിൽ മാധുര്യം വരാൻ യാതൊരു വഴിയുമില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ആകർഷകമായ ആ സൗന്ദര്യവും ആ ശാരീരിക ലക്ഷണങ്ങളും, അതേപോലെ അദ്ദേഹം മധുരതരമായിട്ടുള്ള നാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാ ഇവരുടെ മനസ്സിലും ആ മാധുര്യം ഉണ്ടായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് അവർ പറയുന്നത്? താങ്കൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഭാഗ്യകടാശമുണ്ടായ ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവത് പ്രേമം കൈവരിക്കാൻ സാധ്യമാകൂ എന്നാണ്. അതാണ് ഭാഗ്യവാനായ ഒരു വ്യക്തി. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ബ്രഹ്മാണ്ട ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ബീജ. അല്ലെ? എന്താണ്? അതായത് ശ്രീല പ്രഭുപാദ തന്റെ ഭാവാർത്ഥത്തിലും അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് അവരും അത് തന്നെയാണ് പറയുന്നത്. ഭാഗ്യകടാശമുണ്ടായ ഒരു വ്യക്തി, അവർക്ക് മാത്രമേ ഭഗവത് പ്രേമം കൈവരിക്കാൻ സാധ്യമാകൂ എന്ന് അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാവ് തന്നെ അവർക്ക് സ്വയം വെളിവാക്കി കൊടുത്തു. അപ്പൊ എന്താണ്? അതായത് ബ്രഹ്മാണ്ട ഭ്രമിത, ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാലാണ് ബദ്ധരായ ജീവാത്മാക്കള്, കോടിക്കണക്കിന് ജീവാത്മാക്കള് അവര് ലോകം മുഴുവൻ ഓരോ ബ്രഹ്മാണ്ടത്തിലും അവര് ഓരോരോ ജന്മങ്ങൾ എടുത്ത് അവര് സഞ്ചരിക്കും. അങ്ങനെ അവര് നിയമങ്ങളാൽ ബദ്ധരായി വിവിധ ശരീരങ്ങള് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. അങ്ങനെ പ്രപഞ്ച ഗ്രഹ വ്യൂഹങ്ങളിലാകമാനം അവർ ചുറ്റിത്തിരിയുന്നു അഥവാ അലഞ്ഞു തിരിയുന്നു. അവരിൽ ഒരാളെങ്കിലും ഭാഗ്യവാൻ കോന, അതായത് ഭാഗ്യവാനായിട്ടുള്ള ആരാണോ ഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി, ആ ഭാഗ്യവാനായ ഒരുവൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ, എവിടെയും കൃഷ്ണന്റെ കാരുണ്യം അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. എവിടെ ആയാലും നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന്റെ കാരുണ്യമില്ലാതെ, ഭഗവത് ഭക്തന്മാരുടെ കൃപയില്ലാതെ ആർക്കും ഒന്നിലും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതെല്ലാം എന്താണ്? അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹം മന്ത്രദീക്ഷ കൊടുത്തു. ആ മന്ത്രം പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇത്രയും മാറ്റങ്ങൾ. അദ്ദേഹം ചെന്ന് ചോദിക്കുന്നുണ്ട് ഗുരുവിന്റെ അടുത്ത്, അങ്ങ് എന്ത് തരം മന്ത്രമാണ് എനിക്ക് തന്നത്? ഞാനത് ജപിക്കും തോറും ഞാനൊരു ഭ്രാന്തനെ പോലെ, ഉന്മത്തനെ പോലെ ആകുന്നു. എനിക്ക് നൃത്തം ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ഞാൻ നൃത്തം ചവിട്ടുന്നു. എൻ്റെ ശരീരത്തിൽ ഒരുപാട് ഭാഗ്യ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് പറഞ്ഞത്? കാരണം അതാണ്. അപ്പം അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം, കാരുണ്യം, അതേപോലെ ഒരു ഗുരുവിന്റെ കൃപാകടാക്ഷം.
അപ്പൊ ഇങ്ങനെയാണ് അപ്പൊ വിശ്വാസനായ ഒരു ആത്മീയ ഗുരുവിനെ കണ്ടെത്താൻ സാധ്യമാകുന്നു. അതല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു ഗുരുവിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ കണ്ടുമുട്ടാൻ ഇടയാകുന്നു. അപ്പൊ ആ ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യത്താൽ അഥവാ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. ഭക്തിയുടെ ബീജം ഗുരു ആ ഭക്തനിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ആ ജീവാത്മാവിൽ നിക്ഷേപിക്കുകയാണ്. ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തി ലത ബീജ, ഭക്തി എന്ന ലതയുടെ ബീജം അത് നിക്ഷേപിക്കുകയാണ് ഗുരു. അപ്പൊ അങ്ങനെയാണ് ഉൾപ്പൊരുൾ മനസ്സിലാക്കുന്നത്. ആ ബീജം നിക്ഷേപിച്ചു കഴിയുമ്പോഴാണ് ഭക്തിയുടെ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള ഉൾപ്പൊരുൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഭഗവത് പ്രേമം ഒരാളിൽ വളർന്നു വരുന്നത്. അപ്പൊ ആ കൃഷ്ണപ്രേമം പുനരുജ്ജീവിപ്പിക്കണം. അചിന്ത്യനായ പരമദിവ്യോത്തമ പുരുഷന്റെ ഭക്തനായി തീരുന്ന ഒരാൾ അത്യന്തം ഭാഗ്യവാനാണ്. അതാണ് ബ്രഹ്മാണ്ഡ പ്രമിതേ കോന ഭാഗ്യവാൻ ജീവ എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിന് പെട്ടെന്ന് തന്നെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ കാരുണ്യം സിദ്ധിക്കാൻ ഇടയാകും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനോട് അവരെന്തായാലും അത് സമ്മതിച്ചു. അവര് മധുരവചനങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പൊ കൃഷ്ണഭക്തനായി തീരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃഷ്ണപ്രേമം അഥവാ കൃഷ്ണഭക്തി അതൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ഇത് വളരെ അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും കൃഷ്ണപ്രേമം അഥവാ ഭക്തിയുത സേവനം സാധ്യമാകും. അപ്പൊ ഇതിനകത്തെല്ലാം പറയുന്ന അതാണ്. അതായത് ഇനി വരുന്ന ശ്ലോകങ്ങളിലും ഈ ഒരു ഇതിനെക്കുറിച്ച് മഹാപ്രഭു അത് വ്യക്തമാക്കുകയാണ്. അത് മഹാപ്രഭു വ്യക്തമാക്കി കൊടുത്തവർക്ക് അത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് മായാവാദികളുടെ ഹൃദയത്തിൽ ഈ മാറ്റം സംഭവിച്ചത്. എന്തിനെക്കുറിച്ചാണ് അവർ പറഞ്ഞത്? ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം മായാവാദി സന്യാസികളോട് സംസാരിച്ചത്. അങ്ങനെ അവര് തന്നെ സ്വയം അത് എന്താ പറയാ സ്വീകരിച്ചു, അഥവാ അവരത് അംഗീകരിച്ചു. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നതും ഒരു ഭക്തനാവുക എന്ന് പറയുന്നതും ഭഗവത്പ്രേമം കൈവരിക്കുക എന്ന് പറയുന്നതും നിസ്സാര കാര്യമല്ല എന്ന്. അതാണ് ഈ 100ാമത്തെ ശ്ലോകത്തിന്റെ ഇതെന്ന് പറയുന്നത്. ഇനി ശ്ലോകം 101. കൃഷ്ണ ഭക്തി കാര ഇഹായ സബാര സന്തോഷ വേദാന്തനാശുനഖേനെ താരകിബദോഷ. കൃഷ്ണേ ഭക്തി കാര ഇഹായ സബാര സന്തോഷ വേദാന്തനാശുനഖേനെ താരകിബദോഷ. പ്രിയ ശ്രീമാൻ, അങ്ങ് ഉന്നതനായ ഒരു കൃഷ്ണഭക്തനാണെന്നതിൽ എല്ലാവർക്കും സന്തോഷം തന്നെ. അങ്ങ് എന്തുകൊണ്ടാണ് വേദാന്ത സൂത്രം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുന്നത്? ഇതിലെന്താണ് തെറ്റ്? പിന്നെ അവര് വേദാന്ത സൂത്രത്തെയാണ് കയറി പിടിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങയ്ക്ക് ഭക്തിയുണ്ട്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതും അതേപോലെ ഭഗവത് പ്രേമം കൈവരിക്കുന്നതും ഒക്കെ വളരെ നിസ്സാര കാര്യമല്ല. ഇതെല്ലാം ശരി തന്നെ, ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് വേദാന്ത സൂത്രം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുന്നത്? അത് വേദാന്ത സൂത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, അതെന്തിനാ ഒഴിവാക്കുന്നത്? ഇതിൽ എന്ത് തെറ്റാണുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇവിടെ ഭാവാർത്ഥത്തിലെ ശ്രീല പ്രഭുപാദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്, മായാവാദികളുടെ അഭിപ്രായത്തിൽ വേദാന്തം എന്ന ശ്രീ ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യം മാത്രമാണ്. അപ്പൊ ശങ്കരാചാര്യരുടെ വേദാന്ത സൂത്രം അല്ലെങ്കിൽ ശാരീരിക ഭാഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ്, അതായത് നിരാകാരവാദത്തെ അടിസ്ഥാനമാക്കിയാണ് വേദാന്ത സൂത്രത്തിന് ശങ്കരാചാര്യര് അതിനുള്ള വിവരണങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോ ശങ്കരാചാര്യരാണ് മായാവാദ ഫിലോസഫിയുടെ അത് ആക്ച്വലി ശങ്കരാചാര്യര് ശിവന്റെ തന്നെ അവതാരമാണ്. അപ്പം നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ മായാവാദികള് സ്വീകരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരുടെ നിരാകാരവാദത്തെ അടിസ്ഥാനമാക്കിയുള്ള വേദാന്ത സൂത്ര വിവരണമാണ്. അപ്പൊ ഉപനിഷത്തുകള്, വേദാന്ത സൂത്രം, പിന്നെ വൈദിക സാഹിത്യങ്ങൾ, ഇതെല്ലാം അവര് വിവരിക്കുന്നത് അവരുടേതായ അവ്യക്തിഗത സങ്കല്പത്തിലാണ്. അപ്പൊ അങ്ങനെ ആ അവ്യക്തിഗത രീതിയിൽ അല്ലെങ്കിൽ അവ്യക്തിഗത സങ്കല്പത്തിൽ വിവരിക്കുമ്പോഴാ ആർക്കും അത് യഥാർത്ഥത്തിൽ അത് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. ഇപ്പൊ നമ്മൾ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാം, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അവ്യക്തിഗത ബ്രഹ്മം എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ അത്രയും അങ്ങോട്ട് ക്ലിയർ അല്ല.
അവര് പറയുന്ന കാര്യങ്ങൾ അത്രമാത്രം ക്ലിയർ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് ജപിക്കുക, അത് ജപിക്കാൻ പറഞ്ഞാൽ ജപിക്കുന്നവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും. ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനാണ് ഇത്രയും കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത്. വീണ്ടും അവർ വേദാന്ത സൂത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പൊ മായാവാദി സന്യാസികള് അല്ലെ, ഒരു പ്രമുഖനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു, സദാനന്ദ യോഗീന്ദ്രൻ. അപ്പൊ അദ്ദേഹം തന്റെ വേദാന്ത സാരം എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്ത സൂത്രത്തിനും ഉപനിഷത്തുകൾക്കും ശങ്കരാചാര്യൻ നൽകിയിട്ടുള്ള ശാരീരിക ഭാഷ മാത്രമാണ് വൈദിക പ്രമാണം. അതായത് ആധികാരികത ഉള്ളത് ശങ്കരാചാര്യരുടെ, അതായത് ഈ വൈദിക എന്താ പറയാ ഉപനിഷത്തുകൾക്കും അതേപോലെ തന്നെ വേദാന്ത സൂത്രത്തിനുമൊക്കെയുള്ള വിവരണം എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള, അതായത് വേദാന്തോ നാമ ഉപനിഷത്ത് പ്രമാണം, അതായത് തത് ഉപകാരിണി ശാരീരിക സൂത്രാദീനി ച, അദ്ദേഹം പറയുന്ന അതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശങ്കരാചാര്യൻ നൽകിയിട്ടുള്ള ശാരീരിക ഭാഷ്യം തന്നെയാണ് ഇതിന് എല്ലാത്തിനും ആധാരം, ആധികാരികമായിട്ടുള്ളതെന്നാണ്. അപ്പം വേദാന്തം എന്ന വൈദിക വിജ്ഞാനത്തില് പറയുന്നത് എന്താണ്, വേദാന്തത്തെ കുറിച്ച് പറയുമ്പോഴ് അതിന്റെ വേദാന്തം എന്ന് സാരാംശം എന്നാണ്. വേദാന്തത്തിനെ കുറിച്ച് വൈദികത്തിന്റെ വിജ്ഞാനത്തിന്റെയും സാരാംശമാണ് വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. അപ്പം ഇതിന് ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യമെന്ന് അല്ലാതെ മറ്റർത്ഥങ്ങളൊന്നും ഇല്ലെന്നുള്ളത് ആണ് അവര് പറയുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ വസ്തുത എന്ന് പറയുന്നത്. വേദാന്ത സൂത്രത്തിന് വൈഷ്ണവാചാര്യന്മാര് എഴുതിയിട്ടുണ്ട് അവർക്ക് ഭാഷ്യങ്ങൾ. ഇപ്പൊ ഗോവിന്ദ ഭാഷ്യം അല്ലെങ്കിൽ എല്ലാ ആചാര്യന്മാരും വേദാന്ത സൂത്രത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അല്ലാതെ ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യത്തിന്റെ അർത്ഥങ്ങളൊന്നും അല്ല യഥാർത്ഥത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ നിന്ന്. കാരണം വൈഷ്ണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭഗവാനെ അത്രമാത്രം സേവിക്കുകയും വൈദിക ശാസ്ത്രത്തിന്റെ അഥവാ വൈദിക വേദാന്ത സൂത്രങ്ങളുടെ സാരാംശത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയവരുമാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, ഹരേ കൃഷ്ണ നിനക്ക് വൈദിക സാഹിത്യങ്ങൾ അല്ലെങ്കിൽ ഈ വേദാന്ത സൂത്രമൊക്കെ ഒന്നും പഠിച്ചു മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല, നീ അതുകൊണ്ട് നാമം ജപിച്ചാൽ മതി, കാരണം നിനക്ക് അത് മനസ്സിലാക്കാനുള്ള യോഗ്യതയില്ലെന്നാണ് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറയുന്നതാണ്, എന്താ ഭഗവാനാണ് പറയുന്നത്. കാരണം അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഉള്ള യഥാർത്ഥ സത്യമാണ്. അപ്പം സാധാരണ ഒരു ജനതയ്ക്ക് വേദാന്ത സൂത്രം എന്താണെന്നോ അതിന്റെ അന്തസത്ത എന്താണെന്നോ ഒന്നും മനസ്സിലാവത്തില്ല, വിശേഷിച്ച് കലിയുഗത്തിലെ ആൾക്കാർ. അപ്പൊ കലിയുഗത്തിലെ ആൾക്കാര് വേറെ ഒന്നും ചെയ്യേണ്ട, നാമജപം ചെയ്താൽ മാത്രം മതി, എല്ലാ വേദാന്ത സൂത്രത്തിന്റെയും സാരാംശം അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. അവര് നാമം ജപിച്ച് മനസ്സ് പരിശുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വേദാന്ത സൂത്രത്തിന്റെയും സാരാംശം അഥവാ അന്തസത്ത അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇവർക്കെന്നുവരെ സംബന്ധിച്ച ഊഹാഭോഗമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒന്നിനും വ്യക്തതയില്ല. ഭഗവാന് തന്നെ ഒരു രൂപമില്ല, ഭഗവാൻ അവ്യക്തിഗതനാണ്. അപ്പൊ എങ്ങനെ അവര് പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് ആ വ്യക്തത കൈവരിക്കാൻ പറ്റും? അപ്പൊ അതാണ് പറയുന്നത്, മനകൽപ്പിതങ്ങളായ ഭാഷ്യങ്ങൾ, അവരുടെ ഭാഷ്യങ്ങളെ മനകൽപ്പിതങ്ങൾ എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവര് ഊഹാഭോഗത്തിന്റെ പേരിൽ അങ്ങനെയാണ് അതിനെ വിവരിക്കുന്നത്. വൈഷ്ണവാചാര്യരുടെ ഭാഷ്യം ദ്വൈത തത്വത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഭഗവാൻ എന്ന് പറയുന്ന ഒരാൾ നാരായണനുണ്ട്. ആ നാരായണന് രൂപമില്ല. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തിയും ആ നാരായണൻ തന്നെയാണ്. അപ്പൊ ആ നാരായണൻ നും ഈ വലിയ നാരായണനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ വൈഷ്ണവാചാര്യന്മാരുടെ ഭാഷ്യം ദ്വൈത തത്വമാണ്. ദ്വൈത തത്വം എന്ന് വെച്ചാൽ എന്താണ്? അദ്വൈത തത്വചിന്തകരായ ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ അനുയായികള് ഈശ്വരനെയും ജീവസത്തുകളെയും തുല്യരായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താ? ഈശ്വരൻ വേറെ, ജീവാത്മാവ് വേറെ. ഒരിക്കലും ഒരു ജീവാത്മാവിനും ഭഗവാനാകാൻ ഒക്കില്ല, നാരായണനാകാൻ ഒക്കുന്നില്ല. അപ്പൊ ശ്രീല പ്രഭുപാദ് ചോദിക്കുന്നുണ്ട്, ഇവര് ഇപ്പൊ നാരായണനാണെന്ന് പറഞ്ഞു, എന്താ പിന്നെ അവർക്ക് 4 കരങ്ങളില്ലാത്തത്? ഭഗവാൻ നാരായണന് 4 തൃക്കരങ്ങളുണ്ട്.
എന്തുകൊണ്ടാണ് പിന്നെ അവർക്ക് ഈ രണ്ട് കൈകളേ ഉള്ളല്ലോ? എന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം ഈ ഭൗതിക ലോകത്ത് ഓരോരുത്തരും എല്ലാവരും നാരായണനാണെങ്കിൽ എന്തുകൊണ്ടാണ് അവര് ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവര് തങ്ങളെ ഞാൻ ഈശ്വരനാണ്. അപ്പം മായാവാദി സിദ്ധാന്തത്തിലേക്ക് അവർ ആ സന്യാസം സ്വീകരിച്ച് ആ ഒരു എന്താ പറയാ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെ എല്ലാവരും അപ്പം എന്തായാലും ഈശ്വരനും ജീവസത്തകളും തുല്യരാണ്. അപ്പൊ ഈശ്വരനെ ആരാധിക്കുന്നതിന് പകരം തങ്ങളെ സ്വയം ഈശ്വരനായിട്ടാണ് അവർ കാഴ്ചവെക്കുന്നത്. അപ്പൊ തങ്ങളെ മറ്റുള്ളവരും ഈശ്വരനായിട്ട് തന്നെ കാണണം എന്നവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പം വൈഷ്ണവ ആചാര്യന്മാരുടെ സിദ്ധാന്തം നേരെ മറിച്ചാണ്. എന്താണ് വൈഷ്ണവ ആചാര്യന്മാര് അവര് ഒത്തിരി ആചാര്യന്മാരുണ്ട്. അപ്പൊ അവരുടേത് ശുദ്ധ അദ്വൈതം, ശുദ്ധദ്വൈതം, വിശിഷ്ട അദ്വൈതം, ദ്വൈതാദ്വൈതം, അചിന്ത്യ ഭേദാഭേദം, ഇത് ഈ ഇങ്ങനെയുള്ള ഭാഷ്യങ്ങളാണ്. ഇതൊന്നും ഈ മായാവാദ തത്വചിന്തകന്മാര് ഇതൊന്നും അംഗീകരിക്കില്ല. അവരുടെ സിദ്ധാന്തത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഈശ്വരൻ എന്ന ആ ഒരു വ്യക്തി അതിന് രൂപമില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യന് രൂപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് വ്യക്തമായ ഒരു ഗ്രാഹ്യം ഒരു വസ്തുതയെക്കുറിച്ച് ഇല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ഒരു രൂപത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിനൊരു രൂപമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും? ഇപ്പം ബ്രഹ്മം എന്ന് പറയുന്നത് വെറും ഒരു വെളിച്ചം മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു സങ്കല്പം മാത്രമാണ്. നിർഗുണ ബ്രഹ്മം, പരമസത്യം അല്ലെങ്കിൽ പരബ്രഹ്മം എന്നൊക്കെ അവരുടെ സങ്കല്പത്തില് ഈശ്വര സങ്കല്പത്തെ അവർ ആ രീതിയിൽ വളച്ചൊടിക്കുമ്പോഴാ അപ്പൊ അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് വൈഷ്ണവാചാര്യന്മാര് ഒരുപാട് സിദ്ധാന്തം, അതായത് ഈ ദ്വൈത സിദ്ധാന്തം, അതായത് ശുദ്ധദ്വൈതം, പിന്നെ അതുപോലെ ശുദ്ധ അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം, അചിന്ത്യ ഭേദാഭേദം എന്നൊക്കെ ഇങ്ങനെ പല പേരുകളില് പറയുന്നത്. അതായത് അദ്വൈതം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ കേവലാദ്വൈതം എന്നും പറയുന്നുണ്ട്. കേവലാദ്വൈതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്വൈതത്തിന്റെ വേറൊരു നാമമാണ് കേവലാദ്വൈതം. അപ്പൊ അതിന്റെ എല്ലാം ഉപജ്ഞാതാവ് ശങ്കരാചാര്യര് തന്നെയാണ്. അപ്പം തികച്ചും അദ്വൈതവാദം എന്ന് വെച്ചാൽ മോണിസം എന്ന് വെച്ചാൽ പൂർണ്ണമായ ഏകത്വം ഞാനും ഭഗവാൻ അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള ആ സങ്കല്പം, അതാണ് പൂർണ്ണമായ ഏകത്വം. അതാണ് മായാവാദി സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നത്. പിന്നെ ശങ്കരാചാര്യരുടെ അദ്വൈതം മറ്റ് അദ്വൈത രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പൊ പിന്നെ ഈ എന്ന് വെച്ചാല് വൈഷ്ണവ ആചാര്യന്മാരുടെ അഥവാ വൈഷ്ണവ ആചാര്യന്മാരുടെ ഭാഷ്യത്തെക്കാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ശങ്കരാചാര്യരുടെ അദ്വൈതം. അതായത് ദ്വൈത, അദ്വൈത, വിശിഷ്ട അദ്വൈത, ശുദ്ധ അദ്വൈത ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അത് ശ്രീല പ്രഭുപാദ് ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്പം ഈ ദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളില് ജീവാത്മാവ്, നാം എന്ന ജീവാത്മാവ്, ഭഗവാൻ എന്ന പരമാത്മാവ്, ഇത് രണ്ടുമാണ്. അപ്പൊ രണ്ട് ആത്മാവ് ഉണ്ട് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, പരമാത്മ രൂപേണ ഞാൻ എല്ലാ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, എല്ലാ ജീവാത്മാക്കളും എൻ്റെ അംശങ്ങളാണ്. അപ്പൊ ഭഗവാന്റെ അംശമായ ജീവാത്മാവും ഭഗവാൻ സ്വയം പരമാത്മാവുമായിട്ട് എല്ലാ ഹൃദയത്തിലും കുടികൊള്ളുന്നു. അദ്ദേഹം ഒരു ദൃക്സാക്ഷിയാണ്. നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹം പരമാത്മാവാണ്, ദൃക്സാക്ഷിയായിട്ട് എല്ലാ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നുണ്ട്. അത് തന്നെയാണ് ജീവാത്മാവെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അത് ഇത്രയും മായാവാദ സിദ്ധാന്തത്തെ ശ്രീ ചൈതന്യ മഹാപ്രഭു എതിർക്കുന്നത്. അതേപോലെ മറ്റ് വൈഷ്ണവ ആചാര്യന്മാരും ഇതിനെതിർക്കാൻ കാരണം അതാണ്. അപ്പൊ ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്, എല്ലാം നടക്കുന്നത് ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചാണ്, ഭഗവാൻ എൻ്റെ പിതാവാണ്, സംരക്ഷകനാണ്, എനിക്ക് എൻ്റെതായ ഒരു ഇഷ്ടവുമില്ല, ഞാൻ ദുർബലനാണ്. അപ്പം ദുർബലൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ തന്നെ അർജുനന്റെ അടുത്ത് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞപ്പോ അർജുനൻ എന്താ പറഞ്ഞത്? എൻ്റെ മനോദൗർബല്യം, അല്ലേ, എൻ്റെ മനോദൗർബല്യം കൊണ്ട് എനിക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കൃഷ്ണ, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അങ്ങ് ശിഷ്യനായി സ്വീകരിക്കണം. അതേപോലെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു ദുഃഖാലയമാണ്, അശാശ്വതമാണ് ഈ ഭൗതിക ലോകം.
അപ്പൊ ഈ ഭൗതിക ലോകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിസ്സഹായരാണ്. നമ്മൾ എല്ലാത്തിനും കാരണം ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാൻ ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഭൗതിക ലോകം എന്ന് നോക്കുമ്പോൾ അത് ഭഗവാനാണോ? അല്ല, ഭഗവാൻ സർവ്വവ്യാപിയാണ്. എല്ലാറ്റിലും ഭഗവാനെ ദർശിക്കാൻ പറ്റും ഒരു ഭക്തന്. പക്ഷെ ഇവര് മായാവാദികൾ പറയുന്നത് എന്താണ്? ഭൗതിക ലോകം മായയാണ്, ഞാനാണ് നാരായണൻ. അപ്പൊ അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദ്വൈതം സിദ്ധാന്തത്തിന്റെ, അതായത് ദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നത് ഞാൻ ദുർബലനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിസ്സഹായനാണ്. എന്നെ പരിരക്ഷിക്കുന്ന എൻ്റെ പിതാവും സംരക്ഷകനും എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുപോലെ ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. നമ്മൾ എപ്പോഴും ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഗോപി ഭർത്തൃ പദകമലയോ ദാസാനുദാസ. ഞാൻ ദാസനാണ് ഭഗവാന്റെ. എനിക്ക് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു ദാസനാകാൻ പോലുള്ള യോഗ്യതയില്ല. അപ്പൊ കോടിക്കണക്കിന് ദാസന്മാരിൽ ഒരാളാണ് ഞാൻ. അതാണ് ഒരു ഭക്തന്റെ എളിമ എന്ന് പറയുന്നത്. ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് ശ്രദ്ധയോടെ ഉൾക്കൊണ്ട് നമുക്ക് ജപിക്കാൻ പറ്റൂ. അതാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചാണ്, ഭഗവാന്റെ വില്ലനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതായത് ഇപ്പൊ ഒരു പുൽക്കൊടി പോലും ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ചലിക്കുന്നത് എന്ന് നമ്മൾ അതാണ് മയ അധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം. അതായത് എൻ്റെ അധ്യക്ഷതയിലാണ് ഭൗതിക പ്രകൃതി സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ജീവാത്മാക്കളും എല്ലാ ചരാചരങ്ങളും സഞ്ചരിക്കുന്നതും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതുമെല്ലാം എൻ്റെ അധ്യക്ഷതയിലാണ്. അപ്പൊ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവാൻ എവിടെയാണ് അവിടെ നിരാകാരമായി മാറുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല. ഏത് ജീവാത്മാവും പരമാത്മാവും ഒന്നൊന്നുമില്ല, രണ്ടില്ല, ഒന്നേ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ആത്മാവാകുന്നു എന്ന് പറയുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഭാഗവതത്തിനകത്ത് ഫസ്റ്റ് ക്യാൻറ്റോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതി. ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഭഗവാന്റെ ബ്രഹ്മജ്യോതി. ആ ബ്രഹ്മജ്യോതിയെയാണ് ബ്രഹ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഭഗവാൻ ഒരു വ്യക്തിയല്ലാത്തിടത്തോളം നിർഗുണനാണ്, പരമസത്യമാണ്, നിരപേക്ഷ സത്യമാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് അവർ അംഗീകരിച്ചിട്ടില്ല. അതാണ് മായാവാദ സിദ്ധാന്തം. പിന്നെ ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാൻ അതീന്ദ്രിയ ബ്രഹ്മമാകുന്നു, നിർഗുണ ബ്രഹ്മമാകുന്നു. അതൊക്കെയാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ പൊരുൾ. ഇനി വിശിഷ്ട അദ്വൈതമുണ്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ്. അതായത് ആദ്യം ശുദ്ധാദ്വൈതം, ശുദ്ധദ്വൈതം, വിശിഷ്ട അദ്വൈതം, ദ്വൈതാദ്വൈതം, അചിന്ത്യ ഭേദാഭേദം, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വിശിഷ്ട അദ്വൈതം എന്ന് ഇപ്പൊ നമ്മൾ ദ്വൈതം പറഞ്ഞു, അദ്വൈതം പറഞ്ഞു. ഇനി വിശിഷ്ട അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അതാണ് സഗുണ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം ലോകമെമ്പാടും സർവ്വവ്യാപിയായിട്ട് ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നുമുണ്ട്. ഭഗവാൻ പരമാത്മാവെന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രനാണ്, പരിപൂർണനാണ്, എങ്കിലും എല്ലാം ബ്രഹ്മമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ശുദ്ധാദ്വൈതം, ശുദ്ധദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം, അചിന്ത്യ ഭേദാഭേദം. അപ്പൊ ഇതിനൊക്കെ ഓരോ ആചാര്യന്മാരുണ്ട്. അപ്പം ദ്വൈതത്തില് ഭഗവാനിൽ നിന്നും വ്യത്യസ്തൻ തന്നെയാണ് ജീവാത്മാവ്. പരിപൂർണമായി വ്യക്തിഗതനായ ഭഗവാന് സമർപ്പിതനായിരിക്കും. അതാണ് ദ്വൈതം. നമ്മുടെ ദ്വൈത സിദ്ധാന്തമാണ് നമ്മുടെ വൈഷ്ണവിസം എന്ന് പറയുന്നത്. അപ്പം ശുദ്ധാദ്വൈതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന വല്ലഭാചാര്യരാണ്. വല്ലഭാചാര്യർ ആക്ച്വലി അഗ്നി ഭഗവാന്റെ അവതാരമാണ്. അദ്ദേഹം ഇപ്പൊ ഗുജറാത്തിലൊക്കെ പിന്നെ ഈ വല്ലഭാചാര്യയുടെ സമ്പ്രദായമാണ്, വല്ലഭാചാര്യ സമ്പ്രദായം. അപ്പൊ അവര് ഭഗവാനെ ഭയങ്കര ഭക്തരാണ്. ആക്ച്വലി അവിടെ ബാലഗോപാലനെ വെച്ച് ആരാധന നടത്തുന്നവരാണ്. അവര് ഭഗവാനെ അത്രയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് വല്ലഭാചാര്യയുടെ സമ്പ്രദായത്തില് അപ്പം പുഷ്ടിമാർഗം എന്നാണ് പറയുന്നത്. ആ സമ്പ്രദായത്തിനെ പുഷ്ടിമാർഗം എന്നാണ് പറയുന്നത്. അഗ്നി ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ വിഷ്ണുവിന്റെ നാവാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ വിഷ്ണു ഭഗവാന്റെ നാവായിട്ടുള്ള അഗ്നിയുടെ അവതാരമാണ് ശ്രീ വല്ലഭാചാര്യർ.
അതാണ് അദ്ദേഹം ആണ് ശുദ്ധ അദ്വൈതം പ്രചരിപ്പിച്ചത്. ഇനി ശുദ്ധ ദ്വൈതം എന്ന് പറയുന്നത് മാധ്വാചാര്യയെ പൂർണ്ണപ്രജ്ഞൻ അതായത് ആനന്ദ തീർത്ഥ എന്ന് പറയും. നമ്മുടെ ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായത്തിൽ മാധ്വാചാര്യ എന്നാണ്. ഈ അതിലെ മാധ്വാചാര്യ എന്ന് പറയുന്ന ആളാണ് ശുദ്ധ ദ്വൈതം പ്രചരിപ്പിച്ചത്. അതായത് നമ്മുടെ ഇന്നത്തെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇന്നത്തെ ഈ പരമ്പര മാധവ ഗൗഡീയ സമ്പ്രദായത്തിന്റെ പരമ്പര പ്രചരിപ്പിച്ചത് മാധ്വാചാര്യരാണ്. പിന്നെ അടുത്തത് വിശിഷ്ടാദ്വൈതം. വിശിഷ്ടാദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉപജ്ഞാതാവ് രാമാനുജാചാര്യരാണ്. രാമാനുജാചാര്യ ആരാണ്? ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിന്റെ ആചാര്യനാണ് അദ്ദേഹം. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, നമ്മൾ ശ്രീ വൈഷ്ണവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. അപ്പൊ അതാണ് വിശിഷ്ടാദ്വൈതം. അപ്പൊ വിശിഷ്ടാദ്വൈതത്തിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, അതാണ് സഗുണം ബ്രഹ്മൻ എന്ന് പറയുന്നത്. അതാണ് വിശിഷ്ടാദ്വൈതം. പിന്നെ ദ്വൈതാദ്വൈതം ഉണ്ട്, അതിനാണ് നിംബാർക്കാചാര്യ. അപ്പൊ നമ്മൾ ആക്ച്വലി 4 സമ്പ്രദായങ്ങളുണ്ട്. ബ്രഹ്മമാധവ ഗൗഡീയ സമ്പ്രദായ, പിന്നെ സ്ത്രീ സമ്പ്രദായ, രുദ്ര സമ്പ്രദായ, കുമാര സമ്പ്രദായം, 4 സമ്പ്രദായങ്ങളെയാണ്. അതെല്ലാം ഈ 4 സമ്പ്രദായങ്ങളും ആധികാരികമാണ്. അതില് നമ്മള് ചൈതന്യ മഹാപ്രഭുവിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള വൈഷ്ണവര് അവര് ഫോളോ ചെയ്യുന്നത് മാധവ ഗൗഡീയ സമ്പ്രദായമാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ദ്വൈതാദ്വൈതം എന്ന് പറയുന്നത് നിംബാർക്കനാണ്. നിംബാർക്ക സമ്പ്രദായം എന്ന് പറയും. അതാണ് ആക്ച്വലി കുമാര സമ്പ്രദായം. അപ്പൊ പിന്നീട് വരുന്നത് അചിന്ത്യ ഭേദാഭേദ തത്വം. ഭേദാഭേദ തത്വം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു പ്രചരിപ്പിച്ചതാണ്. അചിന്ത്യ ഭേദാഭേദം എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്താന്ന് വെച്ചാല് ഒരേ സമയം ജീവാത്മാവും പരമാത്മാവും ഒരേ സമയം ഒന്ന് തന്നെയാണ്, എന്നാൽ വ്യത്യസ്തമാണ്. ഭിന്നവുമാണ് അഭിന്നവുമാണ്. ഭേദമുണ്ട്, വ്യത്യാസമുണ്ട്, എന്നാൽ വ്യത്യാസമില്ലതാൻ. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അതൊരു സ്പാർക്കാണ്, ഒരു ചെറിയ ഒരു കണിക, അണു ആണ് ഭഗവാൻ. അതായത് പിന്നെ ഈശ്വരന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ. അപ്പോ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിന്റെ അതായത് നമ്മൾ എക്സാമ്പിൾ പറയാറുണ്ട്. ഒരു അഗ്നിയിൽ നിന്ന് തീപ്പൊരി പറന്നു പോകുമ്പോഴാ അതിന്റെ ആ തീപ്പൊരിക്കും അഗ്നിയുടെ ഗുണമുണ്ടാകും. നമ്മൾ സമുദ്രത്തിലെ വെള്ളം അത് ടേസ്റ്റ് ചെയ്യുമ്പോഴാ ആ വെള്ളത്തിനും ആ കടലിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാണ്. പിന്നെ അന്നേരം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഭേദമില്ല. പക്ഷെ ഭേദമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ വിഭുവാണ്. നമ്മൾ ഗുണത്തിൽ ഒന്നാണ്, അതേപോലെ തന്നെ എന്താ പറയാ അളവിൽ വ്യത്യാസമുണ്ട്. അതാണ് അചിന്ത്യ ഭേദ തത്വം. അത് ഒരുപാട് എലാബറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനൊക്കും ശ്രീ ചൈതന്യ ചരിതാമൃതത്തിലൂടെ. അതിനകത്ത് രൂപഗോസ്വാമിക്കും അതുപോലെ സനാതന ഗോസ്വാമിക്കും ഒക്കെ അദ്ദേഹം ശിക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പം അതാണ് പറഞ്ഞത്. അതായത് ഈ അചിന്ത്യ ഭേദാഭേദം, ശുദ്ധദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം ഒന്നും അംഗീകരിക്കത്തില്ല മായാവാദികൾ. ഇവരൊന്നും ഇതിനൊന്നും അംഗീകരിക്കില്ല. കാരണം ഈശ്വരൻ എന്ന് പറയുന്ന അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ല, അതാണ് ഭൗതിക ലോകം മായയാണ്. ഭൗതിക ലോകം മായ തന്നെയാണ്, പക്ഷെ അതും ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ എനർജിയാണ്. അപ്പൊ അത് ഭഗവാന്റെ എനർജി ആയതുകൊണ്ട് അതിനെ നമ്മൾ അത്രയും മിഥ്യയാണെങ്കിലും അതിനകത്ത് നമ്മളാണ് വ്യാമോഹപ്പെട്ടിരിക്കുന്നത്. വ്യാമോഹം. ഇപ്പൊ മനുഷ്യന്റെ നമ്മുടെ 6 തരത്തിലുള്ള ഭൗതിക ക്ലേശങ്ങൾ ഏതൊക്കെയാണ്? അതായത് വിശപ്പ്, ദാഹം, ജനനം, മരണം, ശോകം, വ്യാമോഹം. ആ വ്യാമോഹം എന്തിനെ കണ്ടാലും നമ്മൾ അത് ശരിയായ രീതിയിൽ നമുക്ക് ഒന്നിനെയും പെർസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് ഇപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താ ചെയ്യുക? അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക, അല്ലേ? അങ്ങനെ സംശയം നിവാരണം നടത്തണം. അപ്പൊ എങ്കിൽ മാത്രമേ ശരിയേത് തെറ്റേത് നമുക്കറിയാൻ പറ്റൂ. നമ്മളൊരു കുട്ടികളെ ആയാലും ആ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന എന്താണ്? ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയണം. നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ആചാര്യന്മാരുടെ പറഞ്ഞ കൂട്ടുള്ള അവരുടെ ഭാഷ്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ഒരു ആചാര്യനിൽ നിന്ന് നമ്മൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മൾ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ പക്ഷെ ഇവർക്ക് അതിനകത്തെങ്ങും താല്പര്യം കൂടിയില്ല. അതാണ്
അപ്പം അവര് കേവല അദ്വൈതത്തിൽ മാത്രമാണ് അവരുടെ വിശ്വാസം. എന്താണ് കേവല അദ്വൈതം എന്ന് വെച്ച് കഴിഞ്ഞാൽ? പൂർണ്ണമായ ഏകത്വം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കേവല അദ്വൈതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അദ്വൈതം തന്നെ, അതിന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ശങ്കരാചാര്യർ തന്നെയാണ് തികച്ചും അദ്വൈതവാദമാണ്. പൂർണ്ണമായിട്ടുള്ള ഏകത്വം, രണ്ടില്ല. ദ്വൈതം എന്ന് വെച്ചാൽ രണ്ടുണ്ട്, ജീവാത്മാവും പരമാത്മാവും. മറ്റേത് ഒരു ആത്മാവ് മാത്രമേ ഉള്ളൂ, നാരായണൻ. ആ നാരായണൻ തന്നെയാണ് ഞാൻ. അതാണ് പൂർണ്ണമായ ഏകത്വം മായാവാദികൾ. അപ്പം അങ്ങനെ ആ പൂർണ്ണമായ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവര് കൃഷ്ണന്റെ ശരീരത്തെ, അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഭൗതിക ലോകത്ത് വരുമ്പോൾ കൃഷ്ണന്റെ ശരീരത്തെ എങ്ങനെയാണ് അവര് കാണുന്നത്? ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അപജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിത. അതായത് എന്താ, മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് വരുമ്പം ഇതും ഭൗതിക, നമ്മളെ സാധാരണ ജനങ്ങളെ പോലെ, നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമാണ് എന്നാണ് അവരുടെ സ്ഥിരീകരണം. അപ്പൊ അതുകൊണ്ടാണ് ഭക്തിയുത സേവനത്തെ അവര് വൈകാരികമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചത്, നിങ്ങൾ എന്താണ് ഈ നാമമൊക്കെ ജപിച്ച് നിങ്ങൾ ഈ വെറും ഒരു വൈകാരിക ജീവിയെ പോലെ ഈ ഡാൻസും ഒക്കെ ചെയ്ത് നൃത്തം ചവിട്ടിക്കൊണ്ട് നടക്കുന്ന എന്താണ്? ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സന്യാസിമാരുടെ കാര്യം എന്താണ്? അവര് എല്ലാ ദിവസവും വന്ന് വേദാന്ത സൂത്രം പഠിക്കണം. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു വളരെ ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിന് ആ മാറ്റങ്ങൾ വന്നത്. കാരണം ചൈതന്യ മഹാപ്രഭുവിന് തീർച്ചയായിട്ടും ഈ മായാവാദി സന്യാസിമാരെ അനുഗ്രഹിക്കണം. കാരണം എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. അവര് തെറ്റായ ധാരണയിൽ കൂടി നടന്നാൽ പോലും, ഭഗവാന്റെ അസ്തിത്വത്തെ നിഷേധിച്ചാലും ശരി, ഭഗവാൻ എന്ന് പറയുന്നത് വളരെ കാരുണ്യവാനാണ്. എല്ലാ ജീവാത്മാക്കളെയും ഒരേപോലെ കാണുന്നയാളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് അവരിൽ ആ ഈശ്വര പ്രേമം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്യമിച്ചത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ശരീരത്തെ മായയായിട്ടും അവിടെ നിന്നുള്ള പ്രേമഭരിത സേവനത്തെ മായയായിട്ടും കാട്ടുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ മായാവാദികൾ എന്ന് വിളിക്കുന്നത്. എല്ലാ തരത്തിലും എല്ലാം മായയാണ്. ഭൗതിക ലോകം മായ എന്ന് പറയുന്നത് മായയാണ്, ഭഗവാന്റെ ശരീരം മായയാണ്, ഭക്തിയുത സേവനം മായയാണ്. എല്ലാ തരത്തിലും മായ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവരെ മായാവാദികൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഭക്തിയുത സേവനത്തെ വേദങ്ങളിലെ കർമ്മകാണ്ഡം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ വേദങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഉപാസനകാണ്ഡം, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാര് നമ്മളിപ്പം ഫലേച്ഛയോടുകൂടി എന്ത് കർമ്മങ്ങൾ, ഞാനൊരു കർമ്മം അനുഷ്ഠിക്കുകയാണ്, അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് അതിന്റെ ഫലം കിട്ടണം, ആ ഒരൊറ്റ ചിന്തയോടുകൂടി ആ ഒരു ചടങ്ങ് നടത്തുന്നതിന് അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യുന്നതിനാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. കർമ്മകാണ്ഡികൾ എന്നറിയപ്പെടും അവരെ. ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്ന ആൾക്കാരെ കർമ്മകാണ്ഡികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ കർമ്മകാണ്ഡത്തിലുള്ള ഒരുതരം ഫലോദിഷ്ടകർമ്മമായിട്ടാണ് അവര് ഭക്തിയുത സേവനത്തെ കാണുന്നത്. അവർക്ക് അല്ലെങ്കിൽ എന്താ ഭക്തിയുത സേവനത്തിന്റെ ആ പരിശുദ്ധി അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിന്റെ മാഹാത്മ്യം, ഇതിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല. ഭക്തിയുത സേവനം എന്ന് പറയുന്നത് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലുടനീളം അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആരാണ് ആ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുന്നത്? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതെല്ലാം ഭക്തിയുത സേവനത്തിന്റെ ഓരോ അംഗങ്ങളാണ്. ഈ ഭക്തിയുത സേവനം ആരെങ്കിലും ഒരാളെങ്കിലും ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത് നമുക്കറിയാം. സുഖദേവ ഗോസ്വാമി അദ്ദേഹം കീർത്തനത്തിലൂടെ പരിപൂർണത നേടിയ ആളാണ്. ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. പരീക്ഷിത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് സുഖദേവ ഗോസ്വാമിയിൽ നിന്ന് ശ്രവിച്ച് പരിപൂർണത നേടി. അതുപോലെ പ്രഹ്ലാദ മഹാരാജാവ് അദ്ദേഹം കീർത്തനം ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ, ദാസ്യം, ഹനുമാൻജിയുടെ ദാസ്യം അറിയാമല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും, അവസാനം വന്ന മഹാബലി, അദ്ദേഹത്തിന് എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ചെന്നിട്ട് അദ്ദേഹത്തിൽ നിന്നെല്ലാം കവർന്നെടുത്തു. പക്ഷെ എന്നാലും അദ്ദേഹം ഭഗവാനുള്ള ആ വിശ്വാസം, കാരണം ഒരു അസുരന്മാർക്ക് ആർക്കും, എല്ലാവരും ചോദിക്കുക ഒരു പക്ഷെ എന്തുകൊണ്ടാണ് ഈ പിന്നെ മഹാബലിക്ക് ഇങ്ങനെ വന്നത്? അസുരന്മാർക്ക് രാജ്യഭരണം പാടില്ല, അങ്ങനെ. കാരണം അദ്ദേഹം അസുരചക്രം, എപ്പോഴും ദേവന്മാർക്ക് ത്രെട്ടാണ് അസുരന്മാർ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ, പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഭഗവത് ഭക്തി ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം അദ്ദേഹം 100 മടങ്ങായിട്ട് സാധിച്ചു കൊടുത്തു. ഇന്ദ്രപട്ടം വേണമെന്ന് ആഗ്രഹിച്ചു,
അപ്പൊ അതുകൊണ്ട് അവരുടെ തന്നെ ലോകത്ത് സുതലത്തിൽ പോയി ഇന്ദ്രനായിട്ട് വാഴാന്, അതേപോലെ തന്നെ ഭഗവാൻ തന്നെ ഗേറ്റ് കീപ്പറായിട്ട് അവിടെ പോയി നിന്ന് പിന്നെ സേവനം ചെയ്തു കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ശരിയായിട്ട് ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുന്നവർക്ക് ഒരിക്കലും, അതാണ് ഭഗവാൻ പറയുന്നത് നമേ ഭക്തിയ പ്രണശ്യതി, എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശമില്ല എന്ന് അർജുന നീ ഉറപ്പിച്ചു പ്രഖ്യാപിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഭക്തിയുത സേവനം എന്താണ്, ഭക്തി എന്താണ്, ഭക്തൻ എന്താണ്, ഭഗവാൻ ആരാണ്, ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് മായാവാദികൾ. അപ്പോ അവരുടെ വീക്ഷണത്തിൽ ഭക്തി എന്നാൽ മാനസിക ഊഹാഭോഗമോ ചിലപ്പോൾ ധ്യാനമോ, അതായത് ഇപ്പം ഇതാണ് നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം മായാവാദികൾ ആരാണ്, വൈഷ്ണവ തത്വചിന്തകന്മാരാരാണ്, അത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇത്രയും നേരം ഈ ഒരു പർപ്പറ്റിലൂടെ ശ്രീല പ്രഭുപാദ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ശ്ലോകം 102. ഏതശൂനിഹാസി പ്രഭു ബലീല വചന ദുഃഖനാമനഹയതി കരിനിവേദാന, യത്ര ശൂനിഹാസി പ്രഭു ബലീല വചന ദുഃഖനാമനഹയതി കരിനിവേദാന. മായാവാദി സന്യാസിമാരുടെ ഈ ചോദ്യം കേട്ടിട്ട് പുഞ്ചിരിയോടുകൂടി മഹാപ്രഭു ഇപ്രകാരം പറഞ്ഞു, അഭിവന്ദ്യ ജനങ്ങളെ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ വേദാന്ത തത്വത്തെക്കുറിച്ച് ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ചൈതന്യ മഹാപ്രഭുവിന്റെ പുഞ്ചിരി, ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും അങ്ങനെ പുഞ്ചിരിയാണ്. അദ്ദേഹം എന്ത് കേട്ട, അപ്പൊ ചോദിച്ചല്ലോ കഴിഞ്ഞ ശ്ലോകം എന്താ ചോദിച്ചത്, 101 ശ്ലോകത്തിലാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭക്തിയുത സേവനവും ഈ നാമജപവും ഒക്കെ വളരെ നല്ലത് തന്നെ, കൃഷ്ണഭക്തനാണ്, ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വേദാന്ത സൂത്രം ചർച്ച ചെയ്യുന്നതിൽ നിങ്ങൾ ഒഴിവാക്കുന്നത്, എന്തുകൊണ്ടാണ്, അതിൽ എന്ത് തെറ്റാ ഉള്ളത്, വേദാന്ത സൂത്രം കൈകാര്യം ചെയ്യുന്നതിന് എന്ത് തെറ്റാണുള്ളത് എന്നാണ് ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞ എന്താണ്. അപ്പൊ അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്, അഭിവന്ദ്യ ജനങ്ങളെ എന്നാണ്. അവർ അത്ര റെസ്പെക്ട്, ചൈതന്യ മഹാപ്രഭു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അമാനിന മാനദേന എന്ന് വെച്ചാൽ എന്താണ്, ഗീവ് റെസ്പെക്ട് ഗെറ്റ് റെസ്പെക്ട്. അപ്പൊ നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക, എല്ലാവരെയും ബഹുമാന പുരസ്സരം കാണുക. അപ്പൊ മായാവാദികളെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് ആരാണ് ഇവിടെ, നാരായണൻ, സാക്ഷാൽ നാരായണൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ആ മായാവാദികളായിട്ടുള്ള സന്യാസിമാരെ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നു. അവരെ കാണുമ്പോൾ അദ്ദേഹം പ്രണാമം ചെയ്തു, അല്ലേ? എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്തുകൊണ്ടാണ്, ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹം നാരായണനാണെന്നോ അല്ലെങ്കിൽ വിഷ്ണുവാണോ കൃഷ്ണനാണെന്നോ എന്നുള്ള രീതിയിലല്ല അദ്ദേഹം അവരോട് ഇടപെടുന്നത്. അദ്ദേഹം സാധാരണ വെറും ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ എല്ലാ എന്താ പറയാ ഭക്തിയുടെ എല്ലാ പരിപൂർണതയും ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് ഭഗവാൻ, അല്ലേ? ചൈതന്യ മഹാപ്രഭു ആ മായാവാദികളോട് പറഞ്ഞ എന്താണ്, അഭിവന്ദ്യ ജനങ്ങളെ, ഞാൻ അവരെ അത്ര റെസ്പെക്റ്റോടു കൂടിയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ വേദാന്ത തത്വത്തെ കുറിച്ച് ഞാൻ ചിലത് നിങ്ങളോട് പറഞ്ഞുതരാം. സാർവഭൗമ ഭട്ടാചാര്യന്റെ അടുത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഇതേ ചോദ്യമാണ് ചോദിച്ചത്. എനിക്ക് നിങ്ങളുടെ ഈ ശരീരത്തിന്റെ, കാരണം ഭഗവാൻ ഭയങ്കര ആകർഷണമാണ്, അദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന്, അതാണ് അജാനുലംബിത ഭുജോ കനകാവതാതവും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ 2 കൈകളും എന്താണ്, മുട്ടിന് താഴെ നീളം, അത് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ് പുരുഷന്മാർക്ക്. പിന്നെ അതുപോലെ അതായത് കനകത്തിന്റെ നിറമാണ്, എന്താ സുവർണവർണ്ണോ ഹേമാങ്കോ എന്ന് വെച്ചാൽ എന്താ, സ്വർണം, അതായത് ഉരുക്കിയ സ്വർണം, തങ്കത്തിന്റെ നിറം, ശ്രീമതി രാധാറാണിയുടെ യഥാർത്ഥ സൗന്ദര്യത്തിന്റെ ആ നിറമാണ്, അതാണ് അദ്ദേഹം. പിന്നെ സങ്കീർത്തനൈക നിപുണവും, അദ്ദേഹം സങ്കീർത്തനത്തിൽ നിപുണനാണ്. വിശ്വംഭരോ, ഈ ലോകം വിശ്വമെല്ലാം ഭരിക്കുന്നത് ആരാണ്, ഭഗവാന്റെ പേര് വിശ്വംഭരൻ എന്നായിരുന്നു ആദ്യം. വിശ്വംഭരോ ദ്വിജപരോ എന്ന് വെച്ചാൽ ബ്രാഹ്മണനോട് ഭയങ്കര സ്നേഹവുമാണ്. അതുപോലെ ഇവര് തന്നെ ബ്രാഹ്മണരുമാണ് അവര്, മനസ്സിലായി? അതായത് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ബ്രാഹ്മണനായിട്ടാണ് വന്നത്. പിന്നെന്താ, വിശ്വംഭരോ ദ്വിജപരോ സങ്കീർത്തനേക നിപുണവും. അപ്പൊ അതാണ്, അപ്പൊ ആ ഭഗവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ആ ഭഗവാൻ എന്താണ്, അതായത് അവർക്ക് ഭയങ്കര ആദരവ് തോന്നി. ഈ സാർവഭൗമ ഭട്ടാചാര്യരുടെ കാര്യം ഞാൻ പറയാം. സാർവഭൗമ ഭട്ടാചാര്യ അടുത്ത് ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യവും, അതും ഒരു യുവ സന്യാസി, ആ എന്താണ് സ്വർണ്ണ നിറത്തിലെ ഒരു എന്താ സഫറോൺ ക്ലോത്തും ഒക്കെ ധരിച്ച് പൂണുനൂലും ഒക്കെ ഇട്ട് കുടുമയൊക്കെ കെട്ടി നിൽക്കുന്ന കണ്ടപ്പം ഭയങ്കര ആകർഷണം.
അദ്ദേഹം ഭഗവാൻ തന്നെയാണ്, അത്രമാത്രം എഫർജൻസ് ആണ് ശരീരത്തിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ സൗന്ദര്യത്തിൽ ഭയങ്കര ആകർഷകനായിട്ടുണ്ട് ഞാൻ. നിങ്ങൾ പിന്നെ ഞാൻ പക്ഷെ നിങ്ങൾ ഈ വേദാന്തം സൂത്രം പഠിക്കാൻ എന്താണ് എൻ്റെ അടുത്ത് വരൂ, ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ഒരു 7 ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ പറഞ്ഞു തരുന്ന എല്ലാം കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഓക്കെ, എന്താണെന്ന് തീർച്ചയായിട്ടും ഞാൻ വരാം. അങ്ങനെ അദ്ദേഹം ചെന്നു. 7 ദിവസം ഇദ്ദേഹം എന്താ പറയത്തില്ലയോ, വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്ക്. വെള്ളത്തിൽ നിന്നുള്ള തിരകൾ എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലാണ്. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ഈ 7 ദിവസം ഇങ്ങനെ വേദാന്ത സൂത്രം ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സാർവഭൗമ. അദ്ദേഹം ഭയങ്കര പണ്ഡിതനാണ്, ഭയങ്കര പാണ്ഡിത്യമുള്ള ആളാണ് സാർവഭൗമൻ. അപ്പൊ ഈ സാർവഭൗമന്റെ അടുത്ത് ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു ഒരു കൊച്ചു കുട്ടിയെ പോലെ, ഒന്നും അറിയാൻ വയ്യാത്തൊരു കുട്ടിയെ പോലെ ഇങ്ങനെ, കാരണം അദ്ദേഹം വിചാരിക്കും ഇദ്ദേഹത്തിന് ഒന്നും അറിയാൻ വയ്യ, യുവ സന്യാസിയാണ്, വേദാന്തങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാ എന്താ പറയാ 7 ദിവസം കേട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ 7 ദിവസം കൊണ്ട് ഈ വേദാന്ത സൂത്രത്തെ കുറിച്ച് ഇത്രമാത്രം വാതോരാതെ സംസാരിക്കുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലയോ ഞാൻ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞ എന്താ, വേദാന്ത സൂത്രത്തെ കുറിച്ച് വേദാന്ത സൂത്രം എന്താണെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങയുടെ വേദാന്ത സൂത്രത്തെ കുറിച്ചുള്ള അങ്ങയുടെ വ്യാകരണം ആണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ അദ്ദേഹം കണ്ണു തെള്ളും. അതെന്താ, ഞാൻ ഇത്രയും വലിയ ഒരു വേദ പണ്ഡിതനാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഇദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞത്? എന്നിട്ട് ഞാൻ കുറച്ച് വിശദീകരിച്ചു തരാം. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ 7 ദിവസം പറഞ്ഞു, ആദ്യത്തെ ദിവസം മുതലുള്ള അതിനകത്തുള്ള വ്യാകരണങ്ങളുടെ തെറ്റുകള്, പിന്നെ അതുപോലെ അത് തിരിച്ചുപയോഗിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. ആ വേദാന്ത സൂത്രത്തിന്റെ വിവരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോഴാ അതിനകത്തുനിന്ന് ഉള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. കാരണം ഭഗവാൻ അത്രമാത്രം ഓർമ്മശക്തിയാണ്. ആദ്യത്തെ ദിവസം മുതൽ കേട്ടതെല്ലാം, ചെവി വെച്ചിരുന്നതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഇദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ മുഖം താണുപോയി. അദ്ദേഹത്തിന് അന്നേരമാണ് മനസ്സിലാക്കിയത്, ഇത് സാധാരണ വ്യക്തിയല്ല, ഇതാരാണ്. അദ്ദേഹം 3 ദിവസം റൂമിനകത്ത് കഥ അടച്ചിരുന്ന് ഇദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇതാരാണ്. സാക്ഷാൽ നാരായണനാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയതും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിച്ചതും. അദ്ദേഹം മുക്തിപദേ എന്ന് പറഞ്ഞു പിന്നെ ഭക്തിപദേ എന്നുള്ള ആ ഒരു ശീലുകളാണ് അദ്ദേഹം പിന്നീട് ഉപയോഗിച്ചത്. അതൊക്കെ നമ്മൾ ഇനി സാർവഭൗമ, അതൊരു വലിയ ഒരു എപ്പിസോഡാണ് ശ്രീ ചൈതന്യ ചരിതാമൃതത്തില്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ വിശദീകരിച്ച് ഇനിയും പഠിക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ വേദാന്ത സൂത്ര ചർച്ചയിൽ ഏർപ്പെടാത്തത് എന്താണെന്ന് മായാവാദി സന്യാസിമാർ അന്വേഷിക്കുകയാണ് മഹാപ്രഭുവിനോട്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കുറച്ച് കാര്യങ്ങൾ വേദാന്ത തത്വത്തെ കുറിച്ച് ഞാൻ ചിലത് നിങ്ങളോട് സംസാരിക്കാം. അപ്പൊ വൈഷ്ണവ സമ്പ്രദായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വേദാന്ത തത്വത്തെ തന്നെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് ഈ വൈഷ്ണവര് ഇത്രയും ദ്വൈത സിദ്ധാന്തം, അല്ലെങ്കിൽ ഈ എന്താ പറയാ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിശിഷ്ടാദ്വൈതം, ദ്വൈതാദ്വൈതം, ശുദ്ധദ്വൈതം, ശുദ്ധ അദ്വൈതം, ഇതെല്ലാം ഭേദ തത്വം, ഇതെല്ലാം വേദാന്ത തത്വത്തെ അടിസ്ഥാനമാക്കി തന്നെ ഉള്ളതാണ്. ഒരിക്കലും വേദാന്തത്തെ അവഗണിക്കുന്നവരല്ല വൈഷ്ണവര്. പക്ഷെ ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യത്തെ എന്ന വ്യാഖ്യാനത്തെയാണ് അത് പഠിക്കാൻ വൈഷ്ണവർക്ക് താല്പര്യമില്ല. കാരണം അത് മായാവാദ സിദ്ധാന്തമാണ്. ഭഗവാന് രൂപമില്ല, അവ്യക്തിഗതനാണ്, നിരാകാരനാണ്, നിർഗുണമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിർഗുണമൊക്കെ ത്രിഗുണങ്ങൾക്ക് അധീനനല്ല ഭഗവാൻ, അല്ലെങ്കിൽ അതിന് അതീതനാണ്, അതാണ് നിർഗുണൻ. പക്ഷെ എന്നാലും പരമസത്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ആ ശാരീരിക ഭാഷ്യത്തെ, ശങ്കരാചാര്യരുടെ ശാരീരിക ഭാഷ്യത്തെ പറ്റി, ആ വ്യാഖ്യാനത്തെ പറ്റി പഠിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത്. അപ്പൊ ഇത് വ്യക്തമാക്കണമല്ലോ, ഈ മായാവാദികളുടെ സമക്ഷം അത് വ്യക്തമാക്കാൻ വേണ്ടി മഹാപ്രഭു അവരുടെ അനുവാദത്തോടു കൂടി, ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് അദ്ദേഹം അനുവാദത്തോടു കൂടി തന്നെ വേദാന്തത്തെ കുറിച്ച് സംഭാഷണം നടത്തുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അപ്പൊ വൈഷ്ണവരെന്ന് പറയുന്നത് തത്വചിന്തകരാണ് ലോകത്തിന്റെ. നമുക്ക് ഈ സിദ്ധാന്തങ്ങളെല്ലാം ഈ എന്താ പറയാ, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ബദ്ധ ജീവാത്മാക്കളായ നമുക്ക് എന്തറിയാം?
യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല. നമ്മൾ ബേസിക്കലി ഒന്നും അറിയാത്തവരാണ്. പക്ഷെ ആചാര്യന്മാര് വൈഷ്ണവരുടെ അനുഗ്രഹം കൊണ്ടാണ്. അവരൊക്കെ തത്വദർശികളാണ്. ആചാര്യന്മാരെന്ന് പറയുന്ന തത്വദർശി. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് തത്വദർശിനഃ. ഒരു തത്വദർശി, ജ്ഞാനം കണ്ടറിഞ്ഞ വ്യക്തികളാണ് അവർ. അപ്പൊ അവർക്ക് ഈ ലോകത്തിലെ വൈഷ്ണവര് അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തിയുള്ളവരാണ്. ഭഗവാനാൽ ശാക്തീകരിക്കപ്പെട്ടവരാണ്, എംപവർ ചെയ്യപ്പെട്ട ആൾക്കാരാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് ശ്രീ ജീവഗോസ്വാമി. അദ്ദേഹത്തിന്റെ, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ സമകാലീനനായിരുന്നു ശ്രീ ജീവഗോസ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ തത്വവീക്ഷണം 400 വർഷങ്ങൾക്ക് മുമ്പ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ വീണ്ടും അദ്ദേഹം പ്രചരിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് വൈഷ്ണവ തത്വചിന്തകന്മാര് അവര് വികാര ദുർബലരല്ല, സഹജീയന്മാരെ പോലെ തരംതാണ ഭക്തന്മാരുമല്ല. അവരെല്ലാം ശ്രേഷ്ഠരായിട്ടുള്ള വൈഷ്ണവരാണ്. ഒരിക്കലും ഇപ്പൊ മായാവാദികൾ വിചാരിക്കും ഞങ്ങളെല്ലാം സന്യാസിമാര് നാമം ജപിച്ച് നടക്കുന്നവരെല്ലാം എന്താ പറയാ വില കുറഞ്ഞ ഭക്തന്മാര്. അതല്ല, അവരെല്ലാം ശ്രേഷ്ഠരായിട്ടുള്ള വൈഷ്ണവരാണ്. ബ്രാഹ്മണരെക്കാട്ടിൽ ശ്രേഷ്ഠരാണ് വൈഷ്ണവർ. അത് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ തരംതാണ ഭക്തരല്ല, വികാര ദുർബലരല്ല, സഹജീയരെ പോലെ ഭാവാഭിനയം നടത്തുന്നവരല്ല വൈഷ്ണവ ആചാര്യന്മാര്. അവര് വേദാന്ത തത്വങ്ങള് പൂർണ്ണമായും മനസ്സിലാക്കിയ അഗാധ പണ്ഡിതന്മാരാണ്. അവർ പുറമേ നോക്കിയാൽ അതാണ് വ്യത്യാസം. പുറമേ ഇപ്പം സഫ്രോൺ ക്ലോത്ത് ഇടുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ ശിഖ വെക്കുന്നതോ മാത്രമല്ല സന്യാസം എന്ന് പറയുന്നത്. സന്യാസം എന്ന് പറയുന്നത് സംന്യാസം, അതായത് പരിത്യാഗമാണ്. എന്താണ് പരിത്യാഗം? മനസ്സിൽ നിന്ന് പരിത്യജിക്കണം, ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളെ പരിത്യജിക്കണം. അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ അതുപോലെ തന്നെ ഭഗവാൻ ഈശ്വരൻ ആരാണ്, ഈശ്വര തത്വങ്ങൾ എന്താണ്, ഇതെല്ലാം അഗാധമായി പഠിച്ചവരാണ്. അവര് പഠിച്ച് ആചരിക്കുന്ന ആചാര്യന്മാരാണ്. അവര് പഠിക്കുന്നതന്നല്ല, ചിലര് പഠിക്കുന്നതേ ഉള്ളൂ, ആചരിക്കില്ല. ഹരേ കൃഷ്ണ. അപ്പൊ അവര് ആചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ ആചാര്യന്മാരെന്ന് പറയുന്നത്. ആചരിച്ച് കാണിക്കും. നമ്മുടെ വൈഷ്ണവ പരമ്പര സമ്പ്രദായത്തിൽ എല്ലാ ആചാര്യന്മാരും അവരെല്ലാം ഭഗവാനെ സേവനം ചെയ്തിട്ടാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെ അദ്ദേഹം എപ്പോഴും നാമം ജപിച്ച് ഭക്തന്മാരെ കൂട്ടി സങ്കീർത്തനം ചെയ്തു. സങ്കീർത്തനൈക നിപുണവും, അദ്ദേഹം സങ്കീർത്തനത്തിൽ വളരെ നിപുണനാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു. അപ്പൊ എന്ന് പറയുന്ന പോലെ അതൊക്കെ അവർ ആചരിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് അടുത്ത തലമുറ അതിനെ അംഗീകരിക്കുന്നത്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തത് അനുവർത്തതേ. അതായത് സമൂഹത്തിലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്ത് തന്നെ ചെയ്താലും സാമാന്യ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുടരും. ചൈതന്യ മഹാപ്രഭു അതാണ് കാട്ടിക്കൊടുത്തത്. അപ്പൊ അത് തന്നെയാണ് എല്ലാ വൈഷ്ണവ ആചാര്യന്മാരും കാട്ടിത്തരുന്നത്. അവരൊക്കെ അഗാധ പണ്ഡിതന്മാര് ആണ്. കാരണം വേദാന്ത ജ്ഞാനം ഇല്ലാതെ, പഠിക്കാതെ, അത് ആചരിക്കാതെ ആർക്കും ഒരു ആചാര്യനാകാൻ പറ്റില്ല. വൈദിക തത്വങ്ങള് പിന്തുടരുന്ന ഭാരതീയ അതീന്ദ്രിയവാദികൾക്കിടയിൽ ഒരു ആചാര്യനാകണമെങ്കിൽ വ്യക്തി സ്വാധ്യായ അധ്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ശാസ്ത്രങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ശ്രവിക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ ശ്രവണം ചെയ്യണം. എന്താണ്, ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ തത്വങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, കേൾക്കണം. അത് അതാണ് ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് നമ്മൾ ശ്രവിക്കണം. അപ്പൊ അല്ലെങ്കിൽ സ്വയം പഠിക്കണം. പണ്ടൊക്കെയുള്ള ആൾക്കാർക്ക് വേദങ്ങളെല്ലാം തനിയെ പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കലിയുഗത്തിലെ ആൾക്കാർക്ക് വേദങ്ങളൊന്നും പഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നമ്മൾ ആധ്യാത്മിക ആചാര്യനെ, ഒരു തത്വദർശിയായിട്ടുള്ള ഒരു ആചാര്യനെ സമീപിക്കണം, അദ്ദേഹത്തെ സേവിക്കണം, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ നാം പാലിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വേദാന്ത തത്വങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടിയിരിക്കുന്ന ആൾക്കാരാണ് വൈഷ്ണവര്. അല്ലാതെ അവര് ആരും വെറും ഭക്തനാണെന്ന് പറഞ്ഞ് അവരെ വില കുറഞ്ഞ് ഒരിക്കലും കാണാൻ പാടില്ല. അവര് സഹജിയാസിനെ പോലെയോ തരംതാണ ഭക്തന്മാരോ ആരുമല്ല. വൈഷ്ണവിസം എന്ന് പറയുന്നത് എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു വൈഷ്ണവരാണ്. വൈഷ്ണവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും, അതായത് ഭക്തി മാർഗത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരാണ്. ഇപ്പൊ ഒരു ലാഡർ വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോഗമാണ് ഏറ്റവും മുകളിൽ, അതിന് താഴെയാണ് മറ്റുള്ള യോഗങ്ങളൊക്കെ വരുന്നത്. ധ്യാനയോഗമാകട്ടെ, അല്ലെങ്കിൽ ജ്ഞാനയോഗമാകട്ടെ, കർമ്മയോഗം, എന്ത് തന്നെയായാലും.
ഭക്തിമാർഗം എപ്പോഴും ഉന്നത ശ്രേണിയിൽ തന്നെയാണ്. അപ്പം വേദാന്ത തത്വങ്ങൾ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ഭക്തി വികസിച്ചു വരുന്നത്. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട്. തത് ശ്രദ്ധാന മുനയോ ജ്ഞാന വൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്തിയ ശ്രുതഗ്രഹീതയാ. അതായത് നമ്മൾ കേൾക്കുക, ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിം വിന ഐകാന്തികി ഹരേർ ഭക്തിർ ഉത്പാദായൈവ കൽപ്പതേ. അതായത് ജ്ഞാനം, വൈരാഗ്യം, പൂർണ്ണസജ്ജനായ ഗൗരവമുള്ള ജിജ്ഞാസുവായ വിദ്യാർത്ഥി അഥവാ മുനി വേദാന്ത ശ്രുതിയിലൂടെ എന്താണ് താൻ ശ്രവിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെയാണ് നിരപേക്ഷ സത്യത്തെ അഥവാ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അതായത് ബ്രഹ്മത്തെ പോലെയല്ല, പരമാത്മാവിനെ പോലെയല്ല, ഭഗവാൻ എന്ന് പറയുന്ന പരിപൂർണനാണ്, സമ്പൂർണനാണ്. അവരുടെ അധ്യയനത്തിലും അതേപോലെ തന്നെ അവരുടെ ജ്ഞാനത്തിലും എല്ലാം സമ്പൂർണത നേടിയവരാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ആ ശ്ലോകം പറയുന്ന അതാണ്. അതായത് ജ്ഞാനവും വൈരാഗ്യവും എല്ലാം ഉള്ളവരാണ് ഭക്തിയോഗികൾ എന്ന് പറയുന്നത്, വൈഷ്ണവരെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനോടുള്ള ഭക്തിയുത സേവനം എന്ന് പറയുന്നത് നിരപേക്ഷ സത്യത്തെ സമ്പൂർണമായിട്ട് സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. സമയമായോ? അപ്പം അതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ജ്ഞാനികൾ അതായത് കർമ്മികളുണ്ട്, ജ്ഞാനികളുണ്ട്, യോഗികളുണ്ട്, ഭക്തന്മാർ. അപ്പൊ അങ്ങനെ 4 വിധത്തിലുള്ള ഭക്തന്മാരുണ്ട്. അപ്പൊ കർമ്മികളും ഭൗതികവാദികളും ഒക്കെ എന്ന് പറയുന്നത് അവര് അതീന്ദ്രിയവാദികളാണ്. കർമ്മികൾ ഭൗതികവാദികൾ. അപ്പം പിന്നെ അതായത് പരമപുരുഷനെ സാക്ഷാത്കരിക്കുന്ന ഭക്തന്മാര് 1-ാം തരം ഭക്തന്മാർ, അതീന്ദ്രിയവാദികൾ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനെ സാക്ഷാത്കരിക്കുക, ഭഗവാൻ സാക്ഷാത്കാരം. അതായത് ഇപ്പൊ തന്നെ 3 തരത്തിലുള്ള ഭക്തന്മാരുണ്ടെന്ന് പറയും. ഏതൊക്കെയാണ്? കനിഷ്ഠ ഭക്തര്, മധ്യമ ഭക്തര്, ഉത്തമ ഭക്തര്. അതിലെ കനിഷ്ഠ ഭക്തന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമ്പലത്തിൽ പോകും, അമ്പലത്തിലെ മൂർത്തിയോട് അവർക്ക് കുറച്ച് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അവര് ഭക്തൻ എന്താണെന്നറിയില്ല, ഭക്തി എന്താണെന്നറിയില്ല, ഭക്തന്മാരുടെ മഹിമ അവർക്കറിയില്ല, അവരോട് അപരാധം ചെയ്യാൻ വരെ അവര് മുതിരും. അപ്പൊ അതാണ് കനിഷ്ഠ ഭക്തന്മാർക്ക്. ശരിയായ രീതിയിൽ ജ്ഞാനമോ ഭക്തിയോ ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് കനിഷ്ഠാധികാരികൾ. മധ്യമാധികാരികൾ എന്ന് വെച്ചാൽ എന്താണ്? അവര് ശാസ്ത്രം, ഗുരു, പിന്നെ അതേപോലെ വേദങ്ങൾ, ഇതിനെല്ലാം ബ്രഹ്മം എന്താണ്, പരമാത്മാവാണ് എന്താണ്, അപ്പൊ ഇങ്ങനെയുള്ള സാക്ഷാത്കാരങ്ങളെ ഉള്ള മാർഗങ്ങളെല്ലാം പഠിക്കുന്നവരാണ്. ജ്ഞാനയോഗ മാർഗങ്ങളും നിരപേക്ഷ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന കാര്യങ്ങളെ എല്ലാം അവര് പഠിക്കുന്നവരാണ്. അപ്പൊ അവര് ആണ് അതായത് ഭൗതിക ലോകത്തെ ഉദ്ധരിക്കണം, അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ ഈ പറഞ്ഞിട്ടുള്ള ജീവാത്മാക്കള്, അറിവില്ലാത്ത ജീവാത്മാക്കള്, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ജീവാത്മാക്കളെ ഉദ്ധരിച്ച് അവരെ ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ മധ്യമാധികാരികളുടെ ലക്ഷ്യം. ഉത്തമാധികാരികളോ അവരാണ് വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ശൈവ ശ്വപാകേശ പണ്ഡിത സമദർശന. അവരെല്ലാവരെയും ഒരേപോലെ ദർശിക്കും. അവര് ആരിലും അവരുടെ ഭൗതിക ബാഹ്യ ദൃഷ്ട്യ വീക്ഷിക്കുന്നില്ല, ബാഹ്യ ദൃഷ്ട്യ അവർ കാണുന്നേ ഇല്ല. എല്ലാത്തിലും അവര് പരമാത്മ ദർശനമാണ് കാണുന്നത്. ഒരു അതായത് ഒരു പശുവിലും അല്ലെങ്കിൽ ഒരു ആനയിലും ഒരു ബ്രാഹ്മണനിലും ഒരു ചണ്ടാനലിലും നായ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനിലും എല്ലാം കാണുന്ന എന്താണ്? അവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവിനെ. അതാണ് ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ശൈവ ശ്വപാകേശ പണ്ഡിത സമദർശന. എല്ലാവരെയും സമദൃഷ്ടിയോടെയാണ് അവർ വീക്ഷിക്കുന്നത്. അതാണ് ഉത്തമാധികാരികൾ എന്ന് പറയുന്നത്. അപ്പം പരമദിവ്യോത്തമ പുരുഷൻ, ഭഗവത് ഭക്തര്, അജ്ഞാനി, അസൂയാലു. അപ്പൊ ഈ 4 തത്വങ്ങളെ വേർതിരിക്കുന്നവര് മധ്യമാധികാരികള്. പക്ഷേ എന്താണ്, എല്ലാത്തിനെയും ഭഗവത് ദർശനം സിദ്ധിച്ച ആളാണ് ആര്? ഉത്തമ അധികാരികൾ. ശ്രീല പ്രഭുപാദൊക്കെ ഉത്തമാധികാരിയാണ്. പക്ഷെ അദ്ദേഹം ഭൗതിക ലോകത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, ഭൗതിക ലോകത്തെ നമ്മളെ പോലുള്ള ബദ്ധജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടി അദ്ദേഹം മധ്യമാധികാരിയിൽ നിന്ന് ഉത്തമാധികാരിയിൽ നിന്ന് മധ്യമാധികാരി ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോരുത്തർ, അതാ ഞാൻ നേരത്തെ അതായത് ട്രഷർ കണ്ട് അദ്ദേഹം കണ്ടിട്ട് ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഭഗവാനെ കണ്ടെത്തി. പക്ഷെ അതിന് മറ്റുള്ളവർക്ക് അവിടെ നേരിട്ട് പോയി എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം തിരിച്ചിറങ്ങി വന്നു. ആ ലെവലിൽ നിന്ന് അദ്ദേഹം തിരിച്ചിറങ്ങി വന്ന് വീണ്ടും ഇവരെ കൈപിടിച്ച് ഓരോരുത്തരെയായിട്ട് അദ്ദേഹം കൊണ്ടുപോയി ആ ട്രഷർ കാണിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനെ കാണിക്കാനായിട്ട്.
ഇപ്പൊ ഭക്തിയുത സേവനത്തിന്റെ 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അതീന്ദ്രിയ വിഷയങ്ങളെ ജീവിതവൃത്തിയായി സ്വീകരിക്കാൻ പാടില്ല. കാരണം അതാണ് അതിന്റെ പൊരുൾ. കാരണം നമ്മളിപ്പോ ഈ മായാവാദികളുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ചില ആൾക്കാര് പിന്നെ എന്താ പറയാ അതീന്ദ്രിയ പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ വിഷയങ്ങള് അതൊരു ജീവിതമാർഗമാക്കാതെ ചില ആൾക്കാരൊക്കെ ഇപ്പൊ ഭാഗവത പാരായണമൊക്കെ നടത്തുന്നുണ്ട്. അതിൽ കൂടെ അവർ ഉപജീവനം നടത്തുന്നുണ്ട്. അതൊന്നും പാടില്ല എന്ന് ശ്രീല പ്രഭുപാദ പല പ്രാവശ്യം നമുക്ക് മുന്നറിയിപ്പ് തന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഈ വേദസാഹിത്യങ്ങളെ സ്വന്തം മുന്നേറ്റത്തിനായിട്ട് ആദ്യം നമ്മൾ ശ്രവിക്കണം. പിന്നീടാണ് നമ്മൾ സാഹിത്യങ്ങൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ആചാര്യനായിട്ട് മാറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രചാരണം ചെയ്യാൻ എപ്പോഴും ഒരാൾ തയ്യാറാവണം. അതായത് സാഹിത്യങ്ങൾ ശ്രവിക്കാതെ ഒരിക്കലും ആർക്കും പുരോഗതി കിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ മറ്റൊരാളിൽ നിന്ന് ശ്രവിക്കുക. ശ്രവണം എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദ മഹാരാജാവ് നമ്മളോട് പറഞ്ഞത് ശ്രവണത്തിനെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ ഒരുപാട് പറയുന്നുണ്ട്. അതായത് ആ ശ്രവണത്തിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നത് ഈശ്വരനെ കുറിച്ച്. രുക്മിണി ദേവി ഭഗവാനെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ രുക്മിണി ദേവി ഭഗവാനെ കുറിച്ച് കേട്ടാണ് അതേപോലെ നമ്മളും ഭഗവാനെ കുറിച്ച് കേൾക്കും തോറും ഭഗവാന്റെ നാമം ജപിക്കും തോറും അത് ശ്രവിക്കും തോറും നമ്മുടെ ഹൃദയത്തിലെ എല്ലാവിധ അശുദ്ധികളും മാലിന്യങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ മനസ്സ് പരിശുദ്ധമാകുമ്പോൾ നമുക്ക് ഭഗവാനെ നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ ഭഗവത്ഗീത പഠിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ എല്ലാം സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രവണം ചെയ്യണം, ഗുരുവിൽ നിന്ന് കേൾക്കണം, ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് കേട്ട് നിർദ്ദേശങ്ങൾ പാലിച്ച് അങ്ങനെ വരുമ്പോഴാണ് ഭക്തിയുത സേവനത്തിന്റെ പാതയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നത്. കേൾക്കാതെയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെയും നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ വിഘ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ നിഷ്കർഷയോടെ അത് പാലിക്കണം. അത് പാലിക്കാതിരുന്നാൽ എന്താണ്? അത് നമുക്ക് ഭക്തിയുത സേവനത്തിൽ വിഘ്നമാണ്. അപ്പൊ അതേപോലെ തന്നെ ഭക്തിയുത സേവന പാതയില് നമുക്ക് സ്മൃതി, നേരത്തെ പറഞ്ഞ പോലെ ശ്രുതി, സ്മൃതി, പുരാണം, പഞ്ചരാത്രം ഇതൊക്കെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഇത് ഭക്തിയുത സേവനത്തിന് നമ്മളത് ഉപകരിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ ഭക്തിയുത സേവനത്തിൽ തീർച്ചയായിട്ടും അതിനെ അപ്പൊ വേദങ്ങളെയും പുരാണങ്ങളെയും പഞ്ചരാത്ര വിധികളെയും അനുസരിക്കാതെ ഒരിക്കലും നമുക്ക് ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെല്ലാം നമ്മൾ ഈ എല്ലാം പ്രാമാണികമാണെന്ന് പറയുന്നത്, ആധികാരികമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം പ്രാമാണികനല്ലാത്ത ഒരു ഭക്തനെ ഒരിക്കലും ശുദ്ധഭക്തനായിട്ട് അംഗീകരിക്കാനും പാടില്ല. നമുക്ക് ഒരുപാട് ഭക്തന്മാര് എന്താ പറയാ അവര് തൻ്റെ ഒരു ഗുരുവിനെ സ്വീകരിക്കാതെയും ഗുരു പരമ്പരയിലൂടെ അല്ലാതെയും ഗുരുവിൽ നിന്ന് ശ്രവിക്കാതെയൊക്കെ വന്ന് ഭക്തനായിട്ടിരുന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അവരിൽ നിന്നും നമുക്ക് ശ്രവിക്കാൻ പാടില്ല. ശുദ്ധ ഭക്തനായിട്ട് അംഗീകരിക്കാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത് വേദസാഹിത്യങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമ്മൾ സ്വാംശീകരിക്കണം. ഓരോരുത്തരും നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ തുടക്കക്കാരാണ്. കൃഷ്ണ കോൺഷ്യസിൽ വന്ന് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഉന്നതമായ ആചാര്യന്മാര് അല്ലെങ്കിൽ അവരൊക്കെ എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് അവരുടെ ജീവിതത്തിലുടനീളം അവരിതെല്ലാം പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്താണ് അവർ ആചാര്യൻ എന്നുള്ള ആ ഒരു നിലയിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ളവരെയാണ് ശരിക്കും എന്താ പറയാ യഥാർത്ഥ ഭക്തൻ അഥവാ പ്രാമാണികൻ എന്ന് പറയുന്ന അതാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ അതിലൂടെ വേദങ്ങളിലൂടെയുള്ള സാരാംശം മനസ്സിലാക്കി പരമദിവ്യോത്തമ പുരുഷനെ ആ ഭാവത്തെ ഹൃദയത്തിനുള്ളിൽ സദാ ദർശിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതാണ് ഭഗവാനെ സ്വയം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കണം. അതാണ് ആത്മസാക്ഷാത്കാരം. ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ സ്വന്തം ഹൃദയത്തിനുള്ളിൽ സദാ ദർശിക്കണം. ഇതാണ് സമാധി. അപ്പം എപ്പോഴും ഭഗവാന്റെ സ്മരണ, അതായത് നമ്മൾ ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും സ്വായത്തമാക്കുന്നതാണ് സ്മരണ. ആ സ്മരണ സദാസമയവും ഒരു ഭക്തന്റെ ഹൃദയത്തിൽ പരമദിവ്യോത്തമ പുരുഷന്റെ ആ ഒരു വിളയാട്ടം അല്ലെങ്കിൽ ഭഗവാൻ പ്രതിഷ്ഠിതനാകുമ്പോൾ അതാണ് പറയുന്നത്. അതായത് സദാസേവ്യ നിത്യം ഭാഗവതി കഥ യശ്യശ്രവണ മാത്രേണ ഹരിചിത്തം സമാശ്രയേ. അതായത് പരിശീലിച്ച് ദിവസവും ഭക്തിയുത സേവനം പരിശീലിക്കുമ്പോഴാണ്
ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് പ്രതിഷ്ഠിതനാകുന്നത്. അങ്ങനെ ഒരു ഭക്തന് എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ ദർശിക്കാൻ കഴിയും. അപ്പൊ അല്ലാതെ മായാവാദ സിദ്ധാന്തവും നിരാകാര സിദ്ധാന്തവും ശാരീരിക ഭാഷ്യവും ഒന്നും നമ്മുടെ ഭക്തി എന്ന് പറയുന്ന ആ ഒരു ഉന്നതമായ ശ്രേണിയിലേക്ക് വരാൻ ആരെയും ഹെൽപ്പ് ചെയ്യത്തില്ല, സഹായിക്കില്ല. അപ്പൊ അതാണ് ഈ പറഞ്ഞത്. എന്തുകൊണ്ട് അത് നമ്മുടെ ശ്രീമദ് ഭാഗവത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയായിരുന്നു ആ പർപ്പോർട്ട്. ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ഗ്രന്ഥരാജ് കി ജയ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ? ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലായോ ഏതായിരുന്നെന്ന് എടുത്തത്? 102 വരെ എടുത്തല്ലേ മാജി? 102 വരെ. 102. 102. ഇനി 103 ഓക്കെ. ഹരേ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാതാജി. താങ്ക് യു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാമം മാതാജി. താങ്ക് യു മാതാജി. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തിട്ടേ മാജി? ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ? താങ്ക് യു. വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ. ഹരേ കൃഷ്ണ.